ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുക, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കിയാലോ. ഞാൻ ഇവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചില്ലി പീസുകളാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത പീസാണ് ശരിക്കും നമ്മൾ ചില്ലി ചിക്കൻ ഉപയോഗിക്കുക. പക്ഷെ വീട്ടിൽ വെക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് എല്ലുള്ള പീസ് എടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ചിക്കനിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, കോൺഫ്ലവർ, സോയാ സോസ്, സൊർക്ക, ഒരു മുട്ട ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ശരിക്കും ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് സൊർക്ക, സോയാ സോസ്, കുരുമുളക് പൊടി, മുളക് പൊടി, ടൊമാറ്റോ സോസ്, കോൺഫ്ലവർ ഇതൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. അടുത്തായിട്ട് ചിക്കൻ പീസുകളൊക്കെ നമുക്കൊന്ന് വറുത്ത് കോരണം. അതിന് നമ്മൾ പാത്രം വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ പീസുകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് സബോള ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ട് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അതുപോലെ ക്യാപ്സിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത സെയിം ഓയിലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടരുത്, കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. ഇത് നന്നായി വാടി വരുന്നു വേണ്ട, ചെറുതായിട്ടൊന്നൊരു അതിൻ്റെ പച്ചപ്പൊന്ന് വിട്ട് കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇവിടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും കൂടി ചെയ്യുക. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ഓൾ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.